നമ്മളിപ്പോൾ പാരക്കാട്ട് വീട്ടിലാണ്. നമ്മളുടെ കൂടെ പാരക്കാട്ട് വീട്ടിലെ 3 കുട്ടികളാണുള്ളത്. കൃപ, മറിയ, ജീവൻ പ്രിൻസ് ആൻഡ് നമ്മുടെ ചക്രകുട്ടി സബാൻ പ്രിൻസ്. നമ്മളിവിടെ ഒരു സയൻസ് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പോവാണ്. ഈ സയൻസ് എക്സ്പെരിമെൻറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ മെയിനായിട്ട് എന്തൊക്കെയാണ് നോക്കാൻ പോണേ? ഇതിൻ്റെ മെയിനായിട്ടുള്ള കോൺസെപ്റ്റാണ് സർഫേസ് ടെൻഷൻ എന്താണ്, അതുമാത്രമല്ല വോള്യൂം ഇതെന്താണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ വെച്ചേക്കുന്ന ഒരു മെയിൻ എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ആവശ്യമുള്ളതാണ് ഒരു ഗ്ലാസും അതിൻ്റെ ഉള്ളിൽ നിറച്ച് വെള്ളവും. ഇനി നമ്മൾ നിറയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ ഓരോരുത്തരുടെ രീതിയുണ്ട് നിറയ്ക്കാനായിട്ട്. നമ്മൾ നിറച്ചേക്കുന്ന വെള്ളം നമ്മൾ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ നിറച്ച, ഇത് കാണാം ടോപ്പ് വരെ വെള്ളം നിറഞ്ഞിരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് എന്താ ചെയ്യാൻ പോണേ? ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മളുടെ കയ്യിലിരിക്കണ കോയിൻസും നമ്മളുടെ കയ്യിലിരിക്കണ സേഫ്റ്റി പിന്നും ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് നോക്കും. ഫസ്റ്റ് ഡ്രോപ്പ് ഓഫ് വാട്ടർ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് താഴെ വീണ വേള നമ്മൾ ഇടും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സബാൻ ഇതിൻ്റെ ഉള്ളിലോട്ട് സേഫ്റ്റി പിൻ ഇട്ട് നോക്കാൻ പോവാണ്. സബാൻ ഫസ്റ്റ് സേഫ്റ്റി പിൻ ഇട്ടു, വെള്ളം പുറത്തോട്ട് വന്നില്ല. 2 ഇട്ടു. ഇനി അതിൻ്റെ കൂടെ ഇനി ജീവൻ കോയിൻ ഇടാണ്. ഇതിൻ്റെ ഉള്ളിൽ മെയിനായിട്ടുള്ളൊരു കാര്യം, നമ്മൾ ചേർമ തൊടാനായിട്ട് പാടില്ല. തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും വെള്ളം വീഴാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത് തൊടാണ്ട്, വെള്ളത്തിനെ തൊടാണ്ട് നമ്മളിത് എക്സ്പെരിമെൻറ്റ് ചെയ്യാണ്. ഇപ്പം എത്ര കോയിൻ ഇട്ടു? 4 കോയിൻ ഇട്ടു. ഇപ്പം ഒരു 10ൻ്റെ കോയിനും കൂടി പോകാൻ പോവാണ് ഇതിൻ്റെ ഉള്ളിലോട്ട്. നമ്മൾ ഇപ്പൊ കോയിൻ കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്താണ് ചെയ്യാൻ പറ്റുക? കല്ലിടാൻ പോണ. കല്ല് എന്തൊക്കെ, എങ്ങനത്തെ കല്ലാണ് ഇടാൻ പോണ? നമ്മളുടെ ഒരു ചെറിയ ഗ്രാവൽ ബേബി മെറ്റൽസ് ഉണ്ട്. ഈ ബേബി മെറ്റലാണ് ഇനി നമ്മൾ ഇടാൻ പോണത്. നമുക്ക് നോക്കാം എന്തോരം ബേബി മെറ്റൽ, എത്ര ബേബി മെറ്റൽ ഉണ്ട്? ഒരു 10നേക്കാളും കൂടുതലുണ്ടാവും അല്ലേ? അതിനേക്കാളും കൂടുതലുണ്ടാവും. ഇത് നോക്കാം നമ്മൾക്ക്. ഇതിൻ്റെ ഉള്ളിൽ ഈ ബേബി മെറ്റൽസ് എല്ലാം ഇട്ടുമ്പോ വെള്ളം വരുമോ വരില്ല? ഇനി നമ്മൾ കാര്യം നമ്മൾ നോട്ട് ചെയ്യാനുള്ളതാണ്. നമ്മൾ ചേർന്ന് തൊടുകയോ അല്ലെങ്കിൽ അനക്കുകയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എക്സ്പെരിമെൻറ്റ് ഫെയിലാകും. പിന്നെ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും, സ്റ്റാർട്ടിങ് വരും. അപ്പോൾ നമ്മളിപ്പോൾ 35 കല്ലുകൾ ഇട്ടിട്ടുണ്ട്, 13 കോയിൻ ഇട്ടിട്ടുണ്ട്, 2 സേഫ്റ്റി പിൻ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ പിന്നെയും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ വെള്ളം ടോപ്പിലെത്തിയിരിക്കുന്നു, പക്ഷെ ഇതുവരെ വെള്ളം പുറത്തോട്ട് വീണിട്ടില്ല. എന്താണ് ഈ കഥ? കാക്കയുടെ കഥ എന്താണ്? അതാ കുടത്തിൻ്റെ ഉള്ളിലോട്ട് കൊത്തി വെള്ളം എടുക്കാനായിട്ട് നോക്കുമ്പോൾ കാക്കയ്ക്ക് എത്തണുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേശ്ശെ കല്ലെടുത്തിട്ട് ആ കുടത്തിൻ്റെ ഉള്ളിലോട്ട് ഇട്ടു. അപ്പോൾ വെള്ളം എന്തായി? പൊങ്ങി വന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇത് തന്നെയാണ് ചെയ്യണത്. കാക്ക കുറച്ച് വെള്ളത്തിൻ്റെ ഉള്ളിലാണ് കല്ലിട്ടത്. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഗ്ലാസ് നിറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിലോട്ട് കല്ലിട്ടുകൊണ്ടിരിക്കണത്. പക്ഷെ എന്നാലും പൊന്തി വരുന്നത് കാണുന്നുണ്ട്. ഇതുവരെ ഒരു തുള്ളിയും പുറത്ത് വീണിട്ടില്ല. പക്ഷെ കൈ തൊടാൻ പാടില്ല വെള്ളത്തിൽ. അവളുടെ എക്സ്പെരിമെൻ്റ് ഫെയിലാവും. ഇതുവരെ ഒരു തുള്ളിയും വെള്ളം വീണിട്ടില്ല. നമ്മൾ കൈ കൊണ്ടാണ് കല്ലുകൾ ഇടുന്നത്. നമ്മൾ മനുഷ്യന്മാരാണ്, എററൊക്കെ സംഭവിക്കും. എന്നാലും നമുക്കിവിടെ
ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. വെള്ളം ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നു. ഇനി ഇതിൻ്റെ ഉള്ളിൽ വെള്ളം വരണ വരെ നമുക്കൊരു കാര്യം പറയാം. ഈ വെള്ളം എന്തുകൊണ്ടാണ് വീഴാത്തത്? വെള്ളം വീഴാത്ത കാരണമാണ് സർഫേസ് ടെൻഷൻ. അതാണ് നമ്മളുടെ വെള്ളത്തിൻ്റെ മോളിക്യൂൾസ് ഉണ്ടാവും. ആ മോളിക്യൂൾസ് ഒരു മോളിക്യൂൾസും മറ്റൊരു മോളിക്യൂളിൻ്റെ കൂടെ യോജിച്ച് ഒരു നെറ്റ് പോലെയാണ് മുകളിൽ ഒരു സർഫേസ് ഉണ്ടാക്കിയിരിക്കണം. അവരെല്ലാവരും കൈ പിടിച്ച് നിൽക്കുകയാണ്. അവർ കൈ വിടാനായിട്ട് റെഡിയല്ല. എല്ലാവരും നിൽക്കണം. എത്ര പറ്റും അത്ര ശ്രമിച്ച് നിൽക്കുകയാണ്. അതിനെയാണ് ടെൻഷൻ എന്ന് പറയുന്നത്. ഈ ടെൻഷൻ എല്ലാം സഹിച്ച് ഇവരിങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ കാണാം ബബിള് പോലെ മുകളിലോട്ട് വന്നിട്ടുണ്ട്. എത്ര കല്ലുകൾ വീണോട്ടെ ഞാൻ ഈ ഗ്ലാസ്സിൽ നിന്ന് പുറത്തോട്ട് ചാടില്ല എന്നൊരു ദൃഢനിശ്ചയത്തോടു കൂടിയാണ് ഇത് ഈ വെള്ളം നിൽക്കുന്നത്. അതിനെയാണ് സർഫേസ് ടെൻഷൻ എന്ന് പറയാം. ഈ സർഫേസ് ടെൻഷൻ ഒരു പ്രാവശ്യം ബ്രേക്കായി കഴിയുമ്പോൾ വെള്ളത്തുള്ളി പുറത്തോട്ട് വീഴും. നമ്മളുടെ ജീവൻകുട്ടിൻ്റെ കൈ വേനെടുത്തുകൊണ്ടിരിക്കുകയാണ്. വെള്ളം വീണിരിക്കുന്നു. നിങ്ങൾക്ക് കാണാം ഒരു തുള്ളിനേക്കാളും കുറച്ച് കൂടുതൽ വീണിരിക്കുന്നു. അപ്പം നമ്മൾക്ക് ഇനി ഇടണ്ട ജീവ. അപ്പം എന്തോരം വെള്ളം ഇനി ഇട്ടാലും ഇനി വീണുകൊണ്ടിരിക്കും വെള്ളം. അപ്പോൾ ഈ സർഫേസ് ടെൻഷൻ ബ്രേക്കായി. എന്നാലും നമ്മൾക്ക് കാര്യം മനസ്സിലാവാനായിട്ട് പറ്റി. ഇവിടെ ഒരു ബബിൾ ഇപ്പോഴും നിൽക്കുകയാണ്. അതുമാത്രമല്ല, ഇനി ഗ്ലാസിൻ്റെ താഴെ നോക്കിയാലോ എന്തോരം കല്ലുകളാണ് കിടക്കണേ. നമ്മൾ തുടക്കത്തിലെ ഗ്ലാസിൻ്റെ ഉള്ളിൽ മൊത്തം വെള്ളം നിറച്ചിട്ടാണ് ഈ ആക്ടിവിറ്റി തുടർന്നുണ്ടായിരുന്നത്. അത് അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തോരം കല്ലുകളും കോയിൻസും കൂടിയിട്ടാണ് കുറച്ച് വെള്ളം പുറത്തോട്ട് വീഴ്ത്താനായിട്ട് പറ്റുള്ളൂ. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിയാണ്. ഇന്നത്തെ നമ്മളുടെ സയൻസ് എക്സ്പെരിമെൻ്റ് ഇവിടെ കഴിഞ്ഞു. കുറച്ച് തെറ്റുകളും പിഴവുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ പിന്നെയും റിപ്പീറ്റ് ചെയ്തു. വേർത്ത് കുളിക്കാണ്. നല്ല ചൂടൊക്കെയാണ് ഇവിടെ. See ya next time.